ശ്രീ ശിവമഹാപുരാണം വായവീയ സംഹിത ഒടുക്കത്തെ ഭാഗം ശിവപുരാണം ഇന്ന് മുഴുവനായിട്ടും എഴുതി തീർത്തിരിക്കുന്നു. അതിലെ അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ പാരായണം ചെയ്യാം. ഓം സൂതനും ശൗനകാദി മഹർഷിമാരും തമ്മിലുള്ള സംവാദമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഏറ്റവും ഒടുക്കമായിട്ട് നമുക്ക് വായവീയ സംഹിതയിൽ ശ്രീകൃഷ്ണനും ഉപമന്യുവും കൂടിയിട്ടുള്ള സംവാദമായിട്ട് ഉപമന്യു ഗുരു, ശ്രീകൃഷ്ണൻ ശിഷ്യൻ, ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെ പത്നിയായിട്ടുള്ള ജാമ്പവതിയിൽ സാമ്പൻ ജനിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ്റെയും ശ്രീപാർവതിയുടെയും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ശിവതുല്യനായിട്ടുള്ള ഉപമന്യുവിൻ്റെ ശിക്ഷണത്തിൽ തപസ് ചെയ്ത് സാമ്പനെ നേടി എന്നതാണ് കഥ. അപ്പോൾ ആ കൃഷ്ണ ഉപമന്യു സംവാദമാണ് വായവീയ സംഹിതയിൽ ഒടുക്കം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവസാന ഭാഗമാണ് ഈ ശിവപുരാണം സമാപിക്കുന്നത്. നമുക്ക് ആ രംഗത്തേക്കൊന്ന് കേൾക്കാം. ഓം സൂതനോദി ശൗനകാദി ഋഷികളെ കൃഷ്ണൻ ഉപമന്യു ഭക്തനാൽ നേടിയ ജ്ഞാനയോഗം വായുദേവൻ അതിബൃഹൽ നൈമിഷാരണ്യത്തിൽ നിങ്ങളാൽ കേട്ടത്. ഇപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവനെ വായുദേവൻ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയൊക്കെയാണ് കൃഷ്ണൻ ഉപമന്യുവിൽ നിന്നും ശിവകഥകൾ കേട്ടത്, ശിവതത്വങ്ങൾ കേട്ടത്. എന്നിട്ട് 6 മാസം തപസ് ചെയ്യാൻ എന്തോന്നുണ്ടായി. അതിന് ശേഷമാണ് ഈ മഹാദേവൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് സാമ്പൻ ഈ ജാമ്പവതിക്ക് പുത്രനായിട്ട് പിറന്നത്. ശ്രീകൃഷ്ണൻ്റെ ഒരു ലീലയാണത്. അത് വായുദേവൻ ഇവിടെ ശൗനകാദി മഹർഷിമാരോട് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് വിസ്തരിച്ച് പറഞ്ഞു എന്ന് സൂതൻ പറയുകയാണ്. ഓം ഏറ്റവും ഭാഗ്യം ജനഹിതം മുക്തിദം കേട്ട് അവഭൃത സ്നാനത്തെ ചെയ്യുവാൻ നോക്കവേ എത്തി സരസ്വതി പുണ്യത തീർത്ഥജലമായി ഭൂവിൽ സമൃദ്ധിയായി. ഇപ്പോൾ ഇങ്ങനെ വായുദേവൻ ഈ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവപുരാണ കഥ മുഴുവനെ പറഞ്ഞു. അപ്പോൾ അവിടെ സരസ്വതി നദി സ്വയമേവ ശൗനകാദി മഹർഷിമാർ താമസിക്കുന്ന നൈമിഷാരണ്യത്തിലൂടെ അങ്ങോട്ട് ഒഴുകി എന്നാണ്. എന്നിട്ട് അതിൽ കുളിച്ചിട്ടാണ് ഇവർ മുക്തി നേടിയത്. സന്തുഷ്ടരായി ഋഷി ദേവ ദ്വിജ മുനി സർവരും മുങ്ങി കുളിച്ചു കൃതാർത്ഥരായി. ദേവ ഋഷി പിതൃ തർപ്പണം ചെയ്തവർ പിന്നീടു കാശിയിലെത്തി സകലരും. അന്നുണ്ടായിരുന്ന ആ ശൗനകാദി മഹർഷിമാർ അവരുടെ ഈ യാഗം സമാപിപ്പിച്ചതിൻ്റെ ശേഷം 1000 കൊല്ലത്തെ യാഗമാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നേരിട്ട് കാശിയിലെത്തി എന്നാണ്. തെക്കോട്ടൊഴുകുന്ന ഗംഗയെ കാണവേ പൂജിച്ചു മുങ്ങി സ്വപാപം കളഞ്ഞവർ. പിന്നെ അവിമുക്ത ഈശ്വരലിംഗവും കണ്ടു വിധിയോടെ പൂജിച്ചു സർവരും. കാശിയിലെ കാശി വിശ്വനാഥൻ ജ്യോതിർലിംഗമാണ്. അത് അവിമുക്ത ഈശ്വര ജ്യോതിർലിംഗം എന്നാണ് പറയുക. മുക്തിദൻ ആണ് മഹാദേവൻ. കാശിക്ക് ഒരിക്കലും നാശമില്ല. അപ്പോൾ ഗഗനത്തിൽ ദിവ്യ ജ്യോതിർഗോളം കണ്ടു മുനിമാർ നമിച്ചുടൻ മുക്തരായി. ജീവൻ ലയിപ്പിച്ച് രുദ്രജ്യോതിസിലായി കോടി സൂര്യപ്രഭ തൂകും ശിവനിലായി. ദേഹം ദഹിച്ചുപോയി പിന്നീട് അഘോരികൾ പാശുപതർന്നൂറ് ചേർന്നു ജ്യോതിസിതിൽ. വിപ്ര തപസ്വികൾ മറ്റുള്ള ജീവികൾ മുക്തിയെ കിട്ടിയ സർവരും ചേർന്നതിൽ. ഇപ്പോൾ ഇവിടെ 100 എന്നുള്ളത് അനേകം എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ കോടിക്കണക്കിന് ഋഷിമാരുണ്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ അത്രയും ആളുകൾ അവിടെ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ പാശുപതർ എന്നുള്ളത് 1,00,000 വേണ്ടില്ല, 100,000 വേണ്ടില്ല, കോടിയായാലും വേണ്ടില്ല. അവരെല്ലാവരും ആ മഹാദേവനിൽ ലയിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഒപ്പം ജീവജാലങ്ങൾ, മറ്റ് പ്രാണിവർഗ്ഗങ്ങൾ, സസ്യജാലങ്ങൾ, ഇവരൊക്കെ തിര്യജാതികൾ, ഇവരൊക്കെ മുക്തരായി എന്നാണ്. വായുദേവൻ വന്നു ജ്യോതിസ്സു കാണവേ കണ്ടു ഋഷികൾ ഈ ഗംഗയിൽ ശുദ്ധരായി. മുങ്ങി ശിവനെ തൊഴുത് വിനീതരായി ജ്യോതിസിൽ നിശേഷം ചേർന്നുള്ള സംഭവം. വായുദേവൻ വിധിയോടോതി സർവവും യജ്ഞപാരായണർ ശുദ്ധ മനസ്കരായി. എത്തി ശിവപദം എന്നോതി യാത്രയായി ഗന്ധവതിയിൽ സ്വവൃത്തികൾ ചെയ്യുവാൻ. ഇപ്പോൾ വായുദേവൻ ഈ ശൗനകാദി മഹർഷിമാർക്ക് മുക്തി കൊടുത്തു. അവർ മുക്തി നേടിയത് ഇങ്ങനെ കാശിയിൽ വന്നിട്ട് മഹാദേവനെ തൊഴുത് അവിടെ ജ്യോതിർലിംഗം ഭഗവാൻ പ്രത്യക്ഷമായിട്ട് കാണിച്ചു കൊടുത്തു. ആ ജ്യോതിർലിംഗത്തിലാണ് ഈ ഋഷിമാർ ലയിച്ചത് എന്ന് വായുദേവൻ ബ്രഹ്മദേവനോട് ചെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും അഷ്ടദിക്പാലകനായിട്ടുള്ള വായുദേവൻ
വടക്ക് പടിഞ്ഞാറ് മൂലയാണ് വായുകോൺ. ആ വായുകോണിൽ ഈ ഗന്ധവതി എന്നൊരു പട്ടണമുണ്ട്. ആ പുരത്തിലിരുന്നിട്ടാണ് ഈ അഷ്ടദിക്പാലകരിൽ ഒരാളായിട്ടുള്ള വായുദേവൻ ആ ഭാഗം ഈ പടിഞ്ഞാറ് വടക്ക് വായുകോൺ സംരക്ഷിക്കുന്നത് എന്ന് സാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി എന്ന് പറയാണ് ശിവാജ്ഞാപാലകനായിട്ട്. നാരദ തുമ്പുരു ഗന്ധർവർ പാടിയ പാട്ടുകേട്ടു വിധി പൂർണ്ണം ലയിച്ചു പോയി. മുക്തരായുള്ള ഋഷികൾക്കനുവാദം നൽകാൻ കഴിയാതെ ദ്വാരപാലർ തഥാ കാത്തിരുന്നു. ഒപ്പം വന്ന ഋഷികളും അപ്പോൾ ശ്രീനാരദ തുല്യത തുമ്പുരു നേടി സ്വവിദ്യയാൽ ഭക്തിയിൽ പാട്ടിലും പിന്നെ ശിവനെയും കേൾപ്പിച്ചു നാരദൻ. അപ്പോൾ അവിടെ ഈ കൈലാസത്തിൽ എപ്പോഴും അങ്ങനെയാണ്. അതേപോലെ തന്നെ ഇവർ നാരദൻ തുമ്പുരു ഗന്ധർവന്മാരെ എപ്പോഴും കൂട്ടാണ്. അവർ പർവ്വതൻ നാരദൻ തുമ്പുരു ഇവരൊക്കെ ഒരു കൂട്ടുകെട്ടാണ് ഗന്ധർവന്മാരിൽ. ഇത് നാരദനാണ് സ്വതേ ഏറ്റവും കേമൻ. അങ്ങനെ അവർ ശിവകഥ അങ്ങനെ പാടിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഈ ഋഷികൾക്ക് ബ്രഹ്മലോകത്തിലേക്ക് കടക്കാൻ അവിടെ പാർഷദന്മാർ അനുവാദം അപ്പാണ് കൊടുത്തില്ല. അപ്പോൾ എന്താ വേണ്ടതെന്നായി. കുറച്ച് നേരം കാത്തിരിക്കണം, കാരണം ഇവിടെ പാട്ട് കേൾക്കുകയാണ്, ശിവകഥ കേൾക്കുക ബ്രഹ്മാവ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലാനുള്ള പ്രവേശനത്തിനുള്ളൊരു സമയം ശരിയല്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ നാരദൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നാരദൻ പുറത്തേക്ക് വന്നപ്പോൾ ഈ ശിവനിലിങ്ങനെ ലയിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ശൗനകാദി മഹർഷിമാരുടെ അവിടുന്ന് മുക്തി നേടിയിട്ടുള്ള ഋഷിമാർ അവിടേക്ക് എത്തണത് ബ്രഹ്മാവിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാരദനോട് ചോദിച്ചു, ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടോ ചോദിച്ചു. പോയിക്കോളൂ എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ ശിവകഥയിൽ ഇങ്ങനെ ലയിച്ചിരിക്കുക. എന്തേ ചോദിച്ചത്, എന്തേ ഉത്തരം പറഞ്ഞത് എന്നുള്ളത് നാരദൻ ചിന്തിച്ചിട്ടില്ല, കേട്ടുമില്ല. എന്തേ കേട്ടാ ചോദിച്ചാന്ന് വെച്ചാൽ എന്തേ ഉത്തരം പറഞ്ഞാൽ വെച്ചാൽ അങ്ങനെ. അപ്പോൾ ആ കഥയൊന്ന് പറയാണ്. സന്തുഷ്ടരായിട്ടു നാരദൻ തുമ്പുരു എത്തി പുറമേക്ക് സത്യലോകത്തിലായി. 6 വർഗത്തിൽ ജനിച്ച ഋഷിതതി കണ്ടു അവരെ നമസ്കരിച്ചു മുത. ചോദിച്ചു ബ്രഹ്മാവിൻ ദർശനം കിട്ടുമോ, നാരദന് ശ്രദ്ധ വിട്ടോതി ഗമിക്കുവാൻ. ദ്വാരപാലന്മാർ അനുമതി നൽകവേ ഉള്ളിലെത്തി ദ്വിജർ കണ്ടു വിരിഞ്ചനെ. ദണ്ഡ നമസ്കാരം ചെയ്തു ദ്വിജരുടൻ ബ്രഹ്മാവിൻ 4 പുറവും ഇരുന്നവർ ചൊല്ലി കുശലം വിധി മുക്തരോടുടൻ. വായുദേവൻ കാര്യമോദിയതൊക്കെയും വായുദേവൻ കഥയോതി മറയവേ. എന്തു ചെയ്തു നിങ്ങൾ ചൊല്ലൂ ഋഷികളെ, ചോദിച്ചു ബ്രഹ്മാവ്. അപ്പോളോതി ദ്വിജർ യാഗം മുഴുപ്പിച്ചവ ഭൃതസ്നാനവും കാശിയിൽ വന്ന് കുളിച്ചു തൊഴുതതും മുക്തേശ്വര ലിംഗപൂജ നടത്തവേ. തേജപുഞ്ചം കണ്ട് വിപ്രലയിച്ചതും തേജസ് മറഞ്ഞതും ചൊല്ലി നമിച്ചവർ. തേജസ്സിനെ പറ്റി ചൊല്ലിത്തരയണമേ എന്നു കേട്ടു വിധി ചൊല്ലി സഗൗരവം. വിപ്രരെ നിങ്ങൾ പരംപദം കയറുവാൻ അർഹത നേടി സദാ യജ്ഞം ചെയ്തവർ. ഇപ്പോൾ ബ്രഹ്മാവിനെ കാണാനുള്ള അനുവാദം ഇങ്ങനെ യാദൃശികമായിട്ടാണ് ആ ദ്വാരപാലന്മാരവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ പാർഷദൻ സങ്കല്പത്തിലല്ല നിൽക്കുന്നത് നാരദൻ മകനാണല്ലോ ബ്രഹ്മാവിൻ്റെ. അപ്പോൾ അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കടത്തി എന്നിട്ട് അവിടെ ചെന്നു. അപ്പോൾ ബ്രഹ്മാവിനെ കണ്ടപ്പോൾ നല്ലോണം നമസ്കരിച്ചു. അപ്പോൾ ഈ എങ്ങനെയാണ് ഇവർക്ക് മുക്തി കിട്ടിയത് എന്നുള്ളത് വായുദേവൻ ബ്രഹ്മാവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരും ആ കഥയൊന്ന് രണ്ടാമത് ആവർത്തിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടിയത് എന്ന്. അപ്പോൾ തേജപുഞ്ചം ആയിട്ടുള്ള ഈ ജ്യോതിർലിംഗം മഹാദേവൻ്റെ അങ്ങനെ കാണൽ സാധ്യമല്ല, അത്ര എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഈ യജ്ഞം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം ഭഗവാൻ തന്നത്. നിങ്ങൾ വലിയ താമസമില്ലാതെ കണ്ട് മുക്തി നേടൂട്ടോ എന്ന് ബ്രഹ്മാവ് മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ഈ ശൗനകാദി മഹർഷിമാർക്ക് അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു. രുദ്രൻ്റെ പ്രീതി ലഭിച്ചവർ നിങ്ങളിൽ കാരുണ്യം തോന്നി സ്വതേജസ്സിനെ ശിവൻ കാട്ടിത്തന്നു. കാശി ദീപ്തമായി തഥാ ജ്യോതിർലിംഗം ശ്രേഷ്ഠം കണ്ടതും ഭാഗ്യമായി. ഇപ്പോൾ ജ്യോതിർലിംഗം അങ്ങോട്ട് കണ്ടപ്പോഴേ കാശി വലിയ പട്ടണമാണ്, അത് മുഴുവൻ ഒരു പ്രത്യേക രീതിയിലുള്ള ദീപാലങ്കാരം ചെയ്ത പോലെ വല്ലാത്തൊരു ഭംഗി. എന്നാൽ ദീപം എവിടെയും കത്തണമില്ല. ഈ ജ്യോതിർലിംഗത്തിൻ്റെ പ്രകാശമാണ് വല്ലാത്തൊരു പ്രഭ, എന്നാലും അത് ചൂടൊന്നുമില്ല, വളരെ ശീതളിമയായിട്ട്. എന്തൊരു ഭാഗ്യാനുശാല. ഇത് കണ്ടപ്പോൾ അവിടെയുള്ള ആൾക്കാർ മുഴുവനെ പാശുപത വ്രതം സ്വീകരിച്ചു എന്നാണ്. അവരെല്ലാവരും പാശുപതരായിട്ട് മാറി. പാശുപതം ശ്രൗതം വേദവിധി ചെയ്യും മാമുനിമാർ ഋഷി വിപ്രർ ലയിച്ചതിൽ നിങ്ങൾക്കും കിട്ടും ഇതേ മുക്തി ഭക്തരെ സൂചന തന്നതാണിപ്പോൾ കൃപാനിധി. അപ്പോൾ അവിടെ ഇതേപോലെ പാശുപതവ്രതം നോക്കുന്ന അനവധി ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ
ജ്യോതിസിൽ അങ്ങോട്ട് ലയിച്ചു. ഇവരും അതേപോലെ തന്നെ ലയിക്കാൻ പോവുകയാണ്. മേരുവിൻ തെക്കുണ്ട് ദേവകൾ വിപ്രരെ, നിങ്ങൾ അവയുടെ എൻ പുത്രരെ കാണണം. നന്ദിയെ കാക്കും സനകാദികൾ മുതാ കാത്തിരിക്കുന്നു ഉപദേശം കേൾക്കുവാൻ. അപ്പോൾ ഇവിടെ ഇവർക്ക് അപ്പോഴൊക്കെ അങ്ങോട്ട് മുക്കുതി കൊടുത്തിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, മേരുപർവ്വതം അതിൻ്റെ തെക്ക് ഭാഗത്ത് മഹാദേവൻ്റെ ഏറ്റവും ഭക്തന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാർ, ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ പുത്രന്മാരാണ്. അവർ ഈ നന്ദികേശനെ കാത്തിരിക്കുക. നന്ദികേശനിൽ നിന്ന് ശിവകഥ കേട്ടിട്ട് വേണം അവർക്ക് മുക്തി കിട്ടുക. എന്താ കാരണം വെച്ചാൽ സനകാദികൾക്ക് ചെറിയൊരു ശാപം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടകാവാനാണ്. ആ ഒട്ടകാവാനുള്ള ആ ഒരു ശാപം ഇനിയിപ്പോൾ അത് തീർക്കാൻ പോവുകയാണ് മഹാദേവൻ. അത് നന്ദിയുടെ ശിഷ്യന്മാരായിട്ട് സനകാദികളെ മാറ്റി എന്നാണ്. എന്നിട്ടാണ് മുക്തി കൊടുത്തത്. അപ്പോൾ ആരെങ്കിലും പറയുകയാണ്, പണ്ട് മഹായോഗി ശ്രീ സനകാദികൾ യോഗികൾക്കും നാഥനായി ഗുരുപദം നേടിയപ്പോൾ നഷ്ടമായി വിനയവും രുദ്രനെ കണ്ടിട്ടും വന്ദിച്ചില്ല ഷഠൻ. ഇപ്പോൾ അവിടെ സനകാദി മഹർഷിമാർക്ക് ഈ എല്ലാവരുടെയും ഗുരുസ്ഥാനം അങ്ങനെ ഒന്ന് കിട്ടി. ആദ്യത്തെ കുട്ടികളുമാണ്, ആദ്യത്തെ ബ്രഹ്മാവിൻ്റെ പുത്രരുമാണ്. പിന്നെ അതിനുള്ള എല്ലാം ഉണ്ടേനി, എങ്കിലും സംഭവിച്ചു പോയി. അപ്പോൾ എന്തായി, വിനയം നഷ്ടപ്പെട്ടു എന്നാണ്. അത് മഹാദേവനെ കണ്ടിട്ടും ഒരു വന്ദനം ചെയ്തില്ല. അതൊരു വലിയ കഷ്ടമായി. അപ്പോൾ നന്ദി ശപിച്ചു. അതാണ് ഒട്ടകാവാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. പൂജ ചെയ്തില്ല, എഴുന്നേറ്റില്ല, പേടി വിട്ടു അറിവുകൾ, പൊയ്പോയി വിവേകവും. അപ്പോൾ കുപീതനായി നന്ദി സനകനെ ഒട്ടകമാകാൻ ശപിച്ചു വിധിവശാൽ. ചൊല്ലി വിധി അന്ന് ഏറെ ദുഃഖിച്ചു ഞാൻ, പുത്രനു വേണ്ടി ശിവ പാർവതിമാരെ ഏറെ തപസ് ചെയ്തു രുദ്രനെ നന്ദിയെ പുത്രനും ചെയ്തു തപസ് മഹേശനെ. ഏറെ പ്രയത്നിച്ചു മുക്തനായി സുതൻ വീണ്ടും സനകരായി രുദ്രവരത്തിനാൽ. പിന്നെ ശിവൻ നന്ദിയോടോതി ഇങ്ങനെ, രുദ്രനിന്ദ ചെയ്ത എൻ സുതരക്ഷയും ചെയ്യാനായിട്ട് പറയാണ്. അതായത് ഇങ്ങനെ ശിവനിന്ദ ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്ദി ശപിച്ചു. അപ്പോൾ മഹാദേവൻ്റെ ശാപമാണ്, അതങ്ങനെ തീർത്താൽ തീരില്ല. അപ്പോൾ ബ്രഹ്മാവിന് വലിയ സങ്കടമായി. തൻ്റെ പുത്രന്മാരല്ലേ. ബ്രഹ്മാവും സ്വയമേവ ഒരുപാട് തപസ് ചെയ്തു മഹാദേവനെ. സനകാദി മഹർഷിമാരെ കൊണ്ടും തപസ് ചെയ്യിച്ചു. അങ്ങനെ മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടി. ഈ ഒട്ടകത്തിൻ്റെ അവസ്ഥ അത് മാറി, വീണ്ടും സനകാദികളായിട്ട് മാറി. പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു മുക്തി കിട്ടിയില്ല, ഭക്തി കിട്ടിയില്ല. അപ്പോൾ നന്ദിയോട് പറഞ്ഞു, പോയിട്ട് ഗുരുസ്ഥാനത്തിരുന്നു കൊണ്ട് അവരെ നന്നായിട്ട് പഠിപ്പിക്കൂ, ശിവതത്വം പറഞ്ഞു കൊടുക്കൂ, അവർ മുക്തി നേടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശിവ കഥകൾ പറയാൻ വേണ്ടിയിട്ട് നന്ദികേശ്വരൻ അവിടെ വരണത് ഈ സനകാദികളെ ഉപദേശിക്കാനാണെങ്കിലും അത് നിങ്ങളും കേട്ടോളൂ എന്ന് ഈ ശൗനകാദി മഹർഷിമാരോട് പറയുകയാണ് ബ്രഹ്മാവ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കും അവിടെ മുക്തി കിട്ടുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കണത്. ആ രംഗമാണ് ഏറ്റവും ഒടുക്കം ഈ ശിവപുരാണത്തിൽ പറയണത്. രുദ്രൻ്റെ ബ്രഹ്മഭാവത്തെ പറയുവാൻ മുമ്മൂർത്തികൾക്കും ഭഗവാനായി ശങ്കരൻ എന്നറിയിച്ചു കൊടുക്കേണം മൂഢനെ എന്നോതി ശിഷ്യനായി നൽകി നന്ദീശന്. അപ്പോൾ മഹാദേവൻ്റെ ഈ തത്വം ബ്രഹ്മതത്വമാണ്. അത് ത്രിമൂർത്തികൾക്കും സത്യം പറഞ്ഞാൽ അറിയില്ല. അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ പ്രത്യേകമായിട്ടൊരു ഗുരുസ്ഥാനത്ത് വന്നു. അതുകൊണ്ടാണ് ലോകഗുരു എന്ന് മഹാദേവന് ഈ സ്ഥാനം കിട്ടാനുള്ള കാരണം. അപ്പോൾ ഈ കാര്യത്തെ അവർക്ക് അറിയാത്തത് കൊണ്ട് അവരെ മൂഢൻ എന്ന് സംബോധന ചെയ്തു ഈ സനകാദി മഹർഷിമാരെ. അപ്പോൾ അത് അബദ്ധം പറ്റിയതാണ്, ഒരു മൗഢ്യം വന്നു എന്നാണ്. അപ്പോൾ അത് തീർക്കാനായിട്ട് നന്ദിയാണ്. പിന്നെ ശിവപാർഷന്മാരിൽ മുഖ്യനാണ് നന്ദി. അതാണ് വൃഷഭം, കാള. എല്ലാ ശിവൻ്റെ അമ്പലത്തിലും ഒരു കാള കാണും. ഈ കാളയാണ് നന്ദികേശ്വരൻ. അപ്പോൾ ആ നന്ദികേശ്വരൻ ഈ ശിവന് തുല്യനാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് സുയശസ്. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് യാത്ര. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഈ മേരുപർവ്വതത്തിൻ്റെ തെക്ക് ഭാഗത്ത് എത്തി. അവിടെ ഇരുന്ന് സനകാദി മഹർഷിമാർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ആ സമയത്ത് ഈ ശൗനകാദി മഹർഷിമാരും അത് കേട്ടു, മുക്തി നേടുകയും ചെയ്തു. ഒപ്പം വന്നിട്ടുള്ള അഘോരികൾ കുറേയുണ്ട്, അവർക്കും മുക്തി കൊടുത്തു ഭഗവാൻ. അതാണ് ആകയാൽ നന്ദി സനകനെ കാണുവാൻ എത്തും ഈ മേരുവിൽ ചൊല്ലും ശിവകഥ. പിന്നെ സനകർ ഋഷി മുഖ്യരായിടും ധർമ്മമാർഗം ചെയ്യും ലോക ഗുരുക്കളായി. ഇങ്ങനെ കേട്ടു നമിച്ചു നന്ദിയുടൻ
രുദ്രനെ വേഗം പ്രദക്ഷിണം വെച്ചുടൻ വീണു നമിച്ചു കുതിച്ചെത്തി മേരുവിൽ ഞാനും സനകനോടോതി ശിവേച്ഛയെ. ഇപ്പോൾ ഈ മഹാദേവന് ഇപ്രകാരത്തിൽ എല്ലാവരെയും തന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ഈശ്വരഭാവത്തിൽ ഏറ്റവും ഈ ശിവമാർഗം പറഞ്ഞു കൊടുക്കുക, തന്നിലേക്ക് തന്നെ എല്ലാ ജീവജാലങ്ങളെയും എത്തിക്കുക, ഈ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാ ദേവന്മാർക്കും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കും മഹാദേവനെ അത്രയും ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് ഈ നന്ദിയും ഇതുപോലെ എല്ലാവരെയും സാത്വികരാക്കിയിട്ട് മാറ്റും എന്നാണ്. നന്ദിയെയും തപം ചെയ്തു സനകനും കാത്തിരിക്കുന്നു അവിടെത്തു നിങ്ങളും കേൾക്കൂ ശിവകഥ മുക്തി തരും ഹരൻ എന്നോതിയപ്പോൾ ദ്വിജരെത്തി മേരുവിൽ. അങ്ങനെ 33ാമത്തെ ഭാഗം സമാപിച്ചു. ഇനി അവിടെ എത്തുന്നതായിട്ട് രംഗമാണ്. ഈ ശൗനകാദി മഹർഷിമാർ സനകാദികളുടെ അടുത്ത് എത്തുകയാണ്. ആ സമയത്ത് നന്ദികേശ്വരൻ ശിവതുല്യനായിട്ട് വരണ രംഗമാണ്. വേഗം തന്നെ മുക്തി കൊടുക്കുകയും ചെയ്തു. കഥയൊക്കെ പറഞ്ഞതിന് ശേഷം മേരുഗിരിയിലെ സ്കന്ദ സരസിലായി കണ്ടു സനകരെ മാമുനി മാർത്തത. അപ്പോൾ ശിവയാനം നന്ദിയെത്തി മുത ജ്ഞാനമേകി പാശം ഛേദിച്ചു പാർഷദർ. അപ്പം ഇങ്ങനെ സനകാദികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ശൗനകാദി മഹർഷിമാർ നമസ്കരിച്ചു. അവർ തമ്മിൽ കുശലം കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നതിന് ശേഷം ആ സമയത്താണ് ഈ നന്ദി അവിടെ വിമാനത്തിലെത്തിയത്. അപ്പോൾ വേഗം തന്നെ ശിവകഥ പറയുകയും ചെയ്തു, അവിടെ മുക്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ശിവകഥ ധാരാളമായിട്ട് മുന്നേ പറഞ്ഞത് കൊണ്ട് അതിവിടെ വിസ്തരിച്ചില്ല, അത്രയേ ഉള്ളൂ. ചൊല്ലിക്കൊടുത്തു ശിവകഥാമേന്മകൾ ഗ്രന്ഥം ശിവപുരാണത്തിൻ മഹിമയും സൂതനോതി മേരു പർവ്വത സാനുവിൽ സിന്ധു സമമാം സരോവര സന്നിധി സ്കന്ദ സരസിൻ അമൃത ജലം മധു ശീതളം സ്വച്ഛം അഗാധവും നേർത്തതും കൽപ്പടവൊക്കെ സ്ഫടികത്താൽ നിർമ്മിതം 4 പുറം ഋതു 6 പൂക്കളും സൗഗന്ധികം ആമ്പൽ താമര അഞ്ചതം മേഘം പോലെ തിരമാലയുമുണ്ടതിൽ ആകാശം ഭൂമിയെ തൊട്ടപ്പോൾ തോന്നിടം ദേവ ഋഷി കുളിക്കുന്നതും കണ്ടവർ കൗപീനം പൂണുന്നോൽ വൽക്കലധാരികൾ മുണ്ടി ജടാധാരി ഭസ്മരുദ്രാക്ഷവും കിണ്ടിയും കൊണ്ടുവരും പൂജ ചെയ്യുവാൻ പൂക്കളും തീർത്ഥവും കൊണ്ടുപോകും ചിലർ പൂ അക്ഷതം ശ്രാദ്ധ ബലിയിട്ട് പിന്നെ പവിത്രം അഴിച്ചു കളഞ്ഞതും ആദിത്യ പൂജകൾ ദാനധർമാദിയും വേദവിധി ചെയ്യും ഭക്തരെ കണ്ടവർ. അപ്പോൾ അവിടെ സനകാദി മഹർഷിമാരെ കണ്ടത്, ആ സനകാദി മഹർഷിമാർ ഇരിക്കുന്നതായിട്ടുള്ള സ്ഥലം, ഒരു സരസ്, ആ സരസിൻ്റേതായുള്ള പ്രത്യേകതകൾ അതൊക്കെ വിസ്തരിക്കാണ്ടായത്. ശിവകഥ എവിടെ ഇരുന്നിട്ടാണ് പറഞ്ഞത്? എത്രത്തോളം ശിവഭക്തി എല്ലാവർക്കും കിട്ടി? ശിവപുരാണത്തിൻ്റെ മഹിമ എന്താ? ഇതെല്ലാം അവിടെ വിസ്തരിച്ച് പറഞ്ഞു എന്ന് സൂതൻ ഈ ശൗനകാദി മഹർഷിമാരോട്, എന്നുവെച്ചാൽ അന്ന് ഇവിടെയുള്ള ശൗനകാദി മഹർഷിമാരോട് പറയുകയാണ്. അവർ പണ്ട് ഇങ്ങനെയാണ് മുക്തരായി തീർന്നത് കേട്ടോ, ഇന്ന ദിക്കിൽ വെച്ചിട്ടാണ് കേട്ടോ. കൽപ്പവൃക്ഷച്ചോട്ടിൽ കണ്ടു സനകരെ മാൻതോലിൽ കണ്ണ് തുറന്നിരിക്കുന്നതായി ഏറെ ഋഷികൾ നമിക്കുന്ന ബാലരെ കണ്ടപ്പോൾ വീണു നമിച്ചു ഋഷികളും. ഇപ്പോൾ ഇവിടെ കൽപ്പവൃക്ഷച്ചോട്ടിലാണ് സനകർ തപസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ധ്യാനം ഉണ്ടാവും. അപ്പം ധ്യാനത്തിൽ നിന്ന് ഉണർന്ന സമയത്താണ് ഈ ശൗനകാദി മഹർഷിമാർ അവിടെ ചെന്ന് നമസ്കരിച്ചത് എന്ന് പറയാണ്. നൈമിഷാരണ്യ ഋഷികളോടായി മുനി ചോദിച്ചു എന്തിനായി ഇങ്ങോട്ട് വന്നതും. അപ്പോഴേക്കും ദേവദുന്ദുഭി കേൾക്കയാൽ നോക്കി സനകർ ഋഷികളും വിസ്മിതർ. ഇപ്പോൾ എന്തിനാ വന്ന് എന്നൊക്കെ കുശലം ചോദിക്കണ ആ സമയത്തൊക്കെ തന്നെ ഈ സനകാദികളിങ്ങനെ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ശബ്ദം കേൾക്കാണ്ട്, വിമാനത്തിൻ്റെ ശബ്ദം കേൾക്കുക. നന്ദികേശ്വരനുണ്ട്, പാർഷദന്മാരുണ്ട്, മറ്റേ അനവധി ഉണ്ട് ആൾക്കാർ കൂടെ കേട്ടോ. ആരൊക്കെയാണ് വന്നത് ചോദിച്ചാൽ അത്രയും കൂടുതൽ ആൾക്കാർ വന്നു എന്നാ. ഒപ്പം സുയശസ് എന്നുള്ള പത്നിയുണ്ട്. അപ്പോൾ വേഗം നീട്ടു നമസ്കരിച്ചു, ബഹുമാനം എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ പൂജാധികാരങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ്. അർക്ക സമാനം വരുന്ന വിമാനവും 4 പാടും രുദ്രകന്യക അപ്സരസ് യക്ഷഗന്ധർവരും പാടിയും ആടിയും വീണ മൃദംഗം പെരുമ്പറ കൊട്ടിയും മുത്തിൻ പ്രകാശം പരത്തി വിമാനവും വെൺചാമരം ചന്ദ്രതുല്യമായി ഛത്രവും ദിവ്യസിംഹാസനം തന്നിലിരിക്കുമീ നന്ദിയെ രുദ്രനോ തുല്യനായി കണ്ടവർ. നന്ദി തൻ പത്നി സുയശസ് സുന്ദരി പാർവതി തുല്യയും വന്നതു കാണവേ രുദ്രൻ്റെ ആജ്ഞയെ ചെയ്യുവാൻ വന്നതായി എത്തി ചതുർബാഹു ചന്ദ്രകലാധരൻ കയ്യിൽ ത്രിശൂലം വിഭൂഷണം സർപ്പവും കണ്ടപ്പോൾ ശങ്കരനായി ഗണിച്ചവർ. ഭൂവിയിൽ ഇറങ്ങവേ ചെന്നു സനകരും വീണു നമിച്ചു ഹരനായി കണ്ടവർ. ചൊല്ലി കുശലം സനകരും നന്ദിയും രുദ്രകഥയോധി ഭക്തിയാ പുളകിതർ. നൈമിഷാരണ്യ ഋഷികളെ സാദരം ബ്രഹ്മപുത്രൻ നന്ദിയോട് വിവരമായി വർണ്ണിച്ചു മോക്ഷത്തിന് അർഹത കിട്ടിയും
നന്ദിയും വർണ്ണിച്ചു മോക്ഷത്തിന് അർഹത കാട്ടിയും നന്ദിയും നോട്ടത്താൽ പൊട്ടിച്ചു ബന്ധനം ശൈവധർമ്മം ജ്ഞാനം ചൊല്ലിക്കൊടുത്തുടൻ മുക്തരാക്കി നന്ദി രുദ്രാജ്ഞാപാലകൻ. ഇപ്പോൾ സനകർ ഇപ്രകാരത്തിൽ ഈ നന്ദിയിൽ നിന്നൊക്കെ കേട്ടു. അതേപോലെ തന്നെ ശൗനകാദി മഹർഷിമാർക്കും ഒരുമിച്ച് ഈ നന്ദികേശ്വരൻ മുക്കുതിക്ക് അനുവാദം കൊടുത്തു എന്നതാണ്. നന്ദികേശ്വരൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഹാദേവന് യാതൊരു തർക്കമില്ല, നേരിട്ട് കണ്ട് ലയിപ്പിക്കും. അതങ്ങനെ ചെയ്തു എന്നാണ്. സൂതനോദി ഗുരു വ്യാസനോടായത് ചൊല്ലി സനകർ പുരാണമാക്കി ഹരി. വ്യാസനോദി തന്നു സൂതൻ എനിക്കിത് വേദമറിയില്ല എങ്കിലും ശൗനക. അപ്പം ഇങ്ങനെ കഥകൾ മുഴുവൻ സൂതൻ ഈ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞു. ഇപ്പോൾ സൂതൻ പറയുകയാണ്, എനിക്കത് ഗുരു വ്യാസൻ അവിടെ രോമഹർഷൻ എന്നുള്ള സൂതനാണ്. ഉഗ്രശ്രവസ് ഭാഗവതം പറഞ്ഞ സൂതനാണ്. രോമഹർഷൻ്റെ പുത്രനാണ് ഉഗ്രശ്രവസ്. അപ്പോൾ ഉഗ്രശ്രവസിൻ്റെ അച്ഛനാണ് ഈ രോമഹർഷണൻ. പഴയ ഭാഗവതത്തിൻ്റെ മുന്നേ ഉള്ള പുരാണങ്ങളിലൊക്കെ സ്വതേ രോമഹർഷനാണ് എന്നാണ് പറയാറ്. അപ്പോൾ ആ സൂതൻ പറയുകയാണ്, ഈ ഗുരു വ്യാസനോട് ആണ് ഇത് സനകർ പറഞ്ഞു കൊടുത്തത്, എന്നിട്ടത് പുരാണമാക്കി. വ്യാസൻ അത് പുരാണാക്കി. നാരദൻ പറഞ്ഞിട്ട് വ്യാസൻ പുരാണാക്കിയതാണ് ഭാഗവതം. ഇവിടെ സനകാദി മഹർഷിമാർ പറഞ്ഞിട്ടാണ് വ്യാസൻ ഈ ശിവപുരാണം എഴുതിയത് എന്ന് സാരം. അപ്പം ആ വ്യാസൻ സൂതന് ഈ ശിവപുരാണത്തെ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ശിവപുരാണം സ്വതേ വേദം അറിയുന്നവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. എങ്കിലും ഈ സൂതൻ്റെ പ്രത്യേകത കാരണം കൊണ്ട്, ഈശ്വര ചൈതന്യം കാരണം കൊണ്ട് വേദം അറിയില്ല എന്നുള്ള ആ ന്യൂനത സാരമാക്കിയില്ല, ഈ ശിവപുരാണം മുഴുവനെ പറഞ്ഞു കൊടുത്തു. ഈ രോമകൃഷ്ണ സൂതന് എല്ലാ പുരാണവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വ്യാസൻ. അതാണ് വേദജ്ഞർ മാത്രം അറിയേണ്ടത് ഈ വിധി. രുദ്രതത്വം ബ്രഹ്മജ്ഞാനം ശിവം ശിവം പുത്രനും ശിഷ്യനും ഭക്തനുമേകിടാം ദുഷ്ടർക്കു നൽകുകിൽ കിട്ടും നരകവും. ഇപ്പോൾ ഈ വിധിയുണ്ട്, അതാണ് ശിവൻ്റെ ആജ്ഞയാണ്. ഇത് ദുഷ്ടർക്ക് നൽകണ്ട. എപ്പോഴാണോ അർഹത വെച്ചാൽ അപ്പോൾ അത് കൊടുക്കാൻ സാധിക്കും, അതുവരെ കാത്തിരിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ സൂതന് അതിനുള്ള അർഹതയുണ്ട്. അതുകൊണ്ടാണ് വ്യാസം കൊടുത്തത് എന്ന് പറയുകയാണ്. സേവിപ്പവർക്കേകാം കേൾക്കാം സുഖം തരും ധർമ്മം ത്രിവർഗം ലയത്തെ തരുവും ഇത് കേട്ടതു ചൊല്ലി അവർ മറ്റൊരാളോടായി വിദ്യ പകർന്നു നിലനിൽക്കാൻ പാരിതിൽ. ഇപ്പോൾ ഇവിടെ ഈ കർണികയാ, ഇത് എല്ലാ ദിക്കിലേക്കും ഇങ്ങനെ എത്തി എന്നാണ്. അതായത് ഭക്തന്മാരോട് പറഞ്ഞ് അങ്ങനെ ഗുരു ശിഷ്യ പ്രശിഷ്യ അങ്ങനെയായിട്ട് വന്നു എന്നാണ്. നമ്മൾ തൻ സംവാദം ഭാവിയിൽ ഭക്തരും ശൈവരും ചൊല്ലും പരസ്പരം തൃപ്തരായി നിങ്ങളും ഞാനും ശിവകൃപ നേടിയോർ യാഗ ഇടവേള ധന്യമാക്കി ഹരൻ. ഇപ്പോൾ ഇവിടെ ശൗനകാദി മഹർഷിമാർ സൂതൻ തമ്മിലുള്ള സംവാദമാണ്. ഇപ്പോൾ സൂതൻ പറയുകയാണ്, നമ്മൾ രണ്ടുപേരും ഭാഗ്യം ചെയ്തവരാണ്. കാരണം ശിവകഥ പറയാൻ സാധിച്ചുല്ലോ. നമ്മൾ യാഗത്തിൻ്റെ ഇടയ്ക്കാണല്ലോ ഇത് ചെയ്യണതും കേൾക്കുന്നതൊക്കെ, അതും ഭാഗ്യമാണ്. അപ്പോൾ രണ്ട് അർത്ഥത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹിച്ചു എന്നാണ്. യാഗം ചെയ്ത പുണ്യം സൂതനും, സൂതൻ ഈ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ശൗനകാദി മഹർഷിമാരെയും അനുഗ്രഹിച്ചു. അപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ അത് ശിവപ്രീതിയായിട്ട് മാറി. ഇനി അത് ബാക്കി എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യും എന്നാണ് ഇപ്പം നമ്മളൊക്കെ ചെയ്യണ പോലെ. പിന്നീട് വിപ്രരെ വീണു നമിച്ചുടൻ വിപ്രരും സൂതനെ വീണു നമിക്കവേ യാത്രയായി രോമഹർഷണ സൂതനും യജ്ഞപൂർത്തി ചെയ്തു ശൗനകരും മുതാ. അപ്പോൾ ഈ മഹർഷിമാർ ശിവകഥ മുഴുവൻ കേട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിച്ചു, രോമഹർഷനെ യാത്രയാക്കി. അതേപോലെ ഈ 1000 കൊല്ലത്തെ സത്രം അത് ഈ ശൗനകാദി മഹർഷിമാർ പൂർത്തീകരിച്ചു. അതിനുശേഷം ഈ ആജ്ഞ അതുണ്ട്, ബ്രഹ്മലോകത്തേക്ക് എത്തണം, അവിടുന്ന് സനകാദി മഹർഷിമാരെ കാണണം, അവിടുന്ന് ശിവകഥ കേട്ട് നന്ദികേശ്വരം വഴി മുക്തി നേടണം. ഇതാണ് ഇനി കിട്ടാൻ പോണത്. അപ്പോൾ ആ സമയത്ത് ഇവർ യാഗം ഒഴിപ്പിച്ചപ്പോൾ കലി നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരെ കാശിക്ക് പോയി എന്നാണ്. അപ്പോഴേക്കും കലി ഏറെ ബാധിക്കയാൽ കാശിയിലെത്തി ദ്വിജർ ശിവഭക്തരായി പാശുപതവ്രതം നോറ്റു മുമുക്ഷുവായി അഷ്ടാംഗയോഗത്താൽ ചെയ്തു സമാധിയും. ഇപ്പോൾ കാശിയിലെത്തിയപ്പോൾ ഈ പാശുപതവ്രതം അതിങ്ങനെ അനവധി ആൾക്കാർ നോക്കുന്നുണ്ട്. ഇവരും അവിടെ ചെന്നിട്ട് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമാധി. അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ മരിച്ചു പോകല്ല, ആ താതാത്മ്യം കിട്ടുക എന്നുള്ളതാണ്. വീണ്ടും ഉണരും, വീണ്ടും കുറേ പ്രാരബ്ധം തീർക്കണമല്ലോ, അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. ഇങ്ങനെ പാപത്തെ തീർത്തു സ്വയം ദ്വിജർ തന്നു സകലർക്കും മുക്തിമാർഗം ഇഹ നൈമിഷാരണ്യം ബഹു പുണ്യദേശമായി ശൗനകർ സൂതൻ യശസ്സു നേടി സ്ഥിരം. ഇപ്പോൾ ഈ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ടാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. നൈമിഷാരണ്യത്തിൻ്റെ പ്രശസ്തി ഈ ലോകം നിലനിൽക്കുന്നവരുണ്ടാവും. ശൗനകരുടെ അതെ, സൂതൻ്റെ അതെ.
അപ്പോൾ അങ്ങനെയുള്ള ശിവകഥ പറഞ്ഞതും കേട്ടതും നമുക്കും വലിയ ഉപകാരമായി. അത് വ്യാസൻ ഇങ്ങനെ രചിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കും വായിക്കാറായി. ഇങ്ങനെ വ്യാസൻ ശിവപുരാണം നന്നായി പറഞ്ഞു പഠിച്ചു വിവേകിയായി. നാസ്തികർ, അജ്ഞാനി, ശ്രദ്ധയില്ലാത്തവർ, സ്വീകരിക്കേണ്ട ശിവനിന്ദ ചെയ്യുവോർ, ഭക്തരെ പാപങ്ങൾ ഭസ്മമാക്കും കഥ, ആവർത്തനം മുക്തി നൽകും എളുപ്പമായി. ഭക്തി നേടും ശുദ്ധ ചിത്തനുമായി വരും 5 തവണ തുടർച്ചയായി പാടുകിൽ. അപ്പോൾ അവിടെ അതിൽ പറഞ്ഞിട്ടുള്ളൊരു നിയമമാണ്, ശിവപുരാണം 5 തവണ വായിക്കണം. അങ്ങനെയാണല്ലോ നമഃശിവായ 5 അക്ഷരമാണ്, അത് 5 ലക്ഷം, ഇങ്ങനെയൊക്കെ ആണ് കണക്ക്. അപ്പോൾ ആ കണക്കിൽ പിന്നെ 5 മുഖമാണ് ഭഗവാൻ, 5 ശിരസ്സാണ് ഭഗവാൻ. അങ്ങനെ 5ൻ്റെ കണക്കുകൾ കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് 5 തവണ കേൾക്കണം എന്നാണ്. അങ്ങനെ ആകുമ്പോൾ മനഃശുദ്ധി കിട്ടും, ഭക്തി കിട്ടും, മുക്തിയും കിട്ടും. ബ്രാഹ്മണ, ക്ഷത്രിയർ, വൈശ്യരും ശൂദ്രരും 7 പ്രാവശ്യം ശ്രവിക്കണം ഭക്തരായി. സ്ത്രീകളും ദീനരും ഘോര കലിയിൽ സംസാരം താണ്ടുവാൻ കപ്പലാക്കാം ഇത്. കലിക്കാലത്ത് ശ്രദ്ധ കിട്ടാത്തതുകൊണ്ട് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവരും 7 വട്ടം ഇത് കേൾക്കണം എന്നാണ്. അപ്പോൾ 7 വട്ടം എന്ന് പറഞ്ഞത് ഒരു കൊല്ലത്തിൽ 7 വട്ടമാവാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കണം എന്നാവാം, അല്ലാച്ചാൽ ജീവിതത്തിൽ 7 വട്ടം കേട്ടാൽ മതി. അത് ഈ ശിവജ്ഞാനം കിട്ടുന്നത് വരെ, ശിവതത്വം മനസ്സിലാവുന്നത് വരെ വേണം എന്നുള്ളതാണ് അർത്ഥം. ഈ കലിയുടെ ഒരു പ്രഭാവം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലാക്കലിനനുസരിച്ചാണ് മുക്തി കിട്ടുക എന്നർത്ഥമാണ്. പിന്നെ ഈ ദേഹസംബന്ധിയായിട്ടാണ് 7ൻ്റെ കണക്ക്, ഈശ്വരപരമായിട്ടാണ് 5ൻ്റെ കണക്ക്. അപ്പോൾ 7ഉം 5ഉം കൂടിയിട്ട് വലിയ ബന്ധമുണ്ട്. 12 എന്നുള്ളത് മറ്റൊരു ബന്ധമാണ്. ഇപ്പോൾ 11 ദിവസമായിട്ടാണ് ശിവപുരാണം വായിക്കുക. തലേ ദിവസം മാഹാത്മ്യം, അപ്പോൾ 12 ദിവസമായി. അപ്പോൾ 7, 5ഉം 12 ദേഹസംബന്ധിയായി, ഈശ്വര സംബന്ധിയായി. 12 എന്നുള്ളത് അതിവിശിഷ്ടമായിട്ടുള്ളൊരു സംഖ്യയാണ്. 11 എന്നുള്ളത് രുദ്രന്മാരുടെ കണക്ക് 11ആണ്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു രീതിയിലാണ് ഈ ശിവപുരാണം വ്യാസൻ എഴുതിയത് എന്ന് സാരം. നേടും ഇഹ സുഖം ധർമ്മ പരർ നരർ, കോടി ജന്മ കൃത പ്രാരബ്ധം തീർത്തിടും, സ്വന്തം കുലത്തിലെ പൂർവികർക്കും തഥാ നൽകും പരമ്പര ഭാവിയിൽ മുക്തിയും. ഇപ്പോൾ ശിവപുരാണം വായിച്ചു കഴിഞ്ഞാൽ ഇഹസുഖം കിട്ടും, അതുപോലെ ധാർമ്മികരായിട്ട് സാത്വികരായിട്ട് മാറും, കോടി ജന്മം ചെയ്തുള്ള പ്രാരബ്ധം മുഴുവനെ തീരും. പ്രാരബ്ധം തീർന്നാൽ പിന്നെ മുക്തിയായില്ലോ. അത് തനിക്ക് മാത്രമല്ല, പൂർവ്വജന്മത്തിലെ ഈ കർമ്മങ്ങൾ മുഴുവൻ തനിക്ക് തീർക്കാം. അതേപോലെ തന്നെ തൻ്റെ കുലത്തിലെ മുജ്ജന്മത്തിലുള്ള തൻ്റെ കുലത്തിലെ പൂർവികരുണ്ടാവില്ല, അച്ഛൻ, മുത്തശ്ശൻ, മുതുമുത്തശ്ശൻ, അങ്ങനെയായിട്ടുള്ള പരമ്പര, അവർക്കൊക്കെ മുക്തി കിട്ടും. അതേപോലെ തന്നെ ഈ പരമ്പര 1000 കൊല്ലം നിലനിൽക്കും. ഭാവിയിൽ ഇങ്ങനെ മകൻ പേരക്കുട്ടൻ അങ്ങനെയില്ലേ, അങ്ങനെ നിലനിൽക്കും. പിന്നെ അവർക്കൊക്കെ മുക്തിയും കിട്ടും. ഏറെ ശിവനിഷ്ഠമാണ് ഈ പുരാണവും, യജ്ഞമായി രുദ്രനെ കേൾപ്പിക്കലും ഭുവി, വേദതുല്യം ഭക്തി കീർത്തിയെ നേരിടും ശ്രോതാവ് വക്താവ് പങ്കാളി സർവരും. അപ്പോൾ ശിവപുരാണം വായിച്ചു കഴിഞ്ഞാൽ ശിവനിഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശിവനെ കേൾപ്പിക്കണം, യജ്ഞമായിട്ട് കേൾപ്പിക്കണം 11 ദിവസം കൊണ്ട്, 12 ദിവസം കൊണ്ട്. അങ്ങനെ വേദതുല്യമായിട്ടുള്ള ഇത് വായിച്ചു കഴിഞ്ഞാൽ ഭക്തി കിട്ടും, കീർത്തി കിട്ടും, പിന്നെ ശ്രോതാവിനും കിട്ടും, വക്താവിനും കിട്ടും, അതിനെ നടത്തിക്കണവരെ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും കിട്ടും. ഇനി ആ ശിവനെ ഒന്ന് വന്ദിക്കുകയാണ്. സ്കന്ദൻ ഗണപതി രുദ്രൻ ശ്രീ പാർവതി ഭൂതം 66 കോടി ഗണം, ദേവദേവി ഋഷി നൽകും ത്രിമൂർത്തിയും, ശാന്തി സുഖം തുഷ്ടി സർവർക്കും എപ്പോഴും. ശിവപുരാണം വായിക്കുമ്പോൾ ഇവരെല്ലാവരും അവിടെ ഉണ്ടാവും. 66 കോടി ഭൂതഗണുണ്ട്, 33 കോടി ദേവകളുണ്ട്, അതേപോലെ ത്രിമൂർത്തികളുണ്ട്, 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദേവകളുണ്ട്. അവരെല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് സുഖവും ശാന്തിയും സന്തോഷവും ഒക്കെ തരും. ഭക്ത്യാ ശിവപുരാണത്തെ എഴുതി ഞാൻ പ്രാർത്ഥന ചെയ്യുന്നു പാപം നശിക്കുവാൻ, എന്നുടെ പൂർവികർ എൻ പൂർവജന്മവും മുക്തി നേടട്ടെ ശിവപദം സുസ്ഥിരം. ഇനി ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി എന്ന ഈ ശിവപുരാണം എഴുതിയ ഞാൻ, എനിക്ക് ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഏതായാലും ഭക്തിയോട് കൂടിയിട്ട് ഞാൻ ശിവപുരാണത്തെ എഴുതി പ്രാർത്ഥന ചെയ്യുകയാണ്, എൻ്റെ പാപത്തെ മുഴുവൻ നശിപ്പിച്ച് തരണേ എന്ന്. എൻ്റെ പൂർവികരായിട്ടുള്ള ഈ കുലത്തിൽ വടശ്ശേരി എന്ന ചങ്ങനാശ്ശേരി എന്നാണ് എൻ്റെ ഇല്ലപ്പേര്. ഇവിടെ ജനിച്ച എല്ലാവർക്കും മുക്തി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ ഞാൻ എത്ര ജന്മം സ്വീകരിച്ചിട്ടുണ്ട് അതെനിക്കറിയില്ല. അപ്പോൾ അത്രയും ജന്മത്തെ എല്ലാ പാപവും തീരണേ, എന്നിട്ട് എനിക്ക് മുക്തി തരണേ, ശിവപദം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. ശ്രീ ശിവ ശങ്കര ശംഭോ ഹരിപ്രിയ പാഹി മാമീശ്വര ഗൗരീപദേ വിഭോ, വിഘ്നേശ്വര പിതാ സാംബ സദാശിവ
സ്കന്ദപിതാവേ നമസ്കരിക്കുന്നു ഞാൻ. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ നമ ശിവായ. ഇങ്ങനെ ശിവപുരാണം മുഴുവനായിട്ട് എഴുതി തീർത്തു. ഇന്ന് 6-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ്. ആഗസ്റ്റ് 6, 2024 ആഗസ്റ്റ് 6-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഇന്ന്. ഈ കർക്കിടക മാസത്തിൽ ഇപ്പോൾ ഇന്നലെ ഒരു മൃത്യുഞ്ജയ ഹോമം ഉണ്ടായി. അങ്ങനെയൊക്കെ ഭഗവാനെ ഞാൻ പലപ്പോഴും എന്നാൽ കഴിയുന്ന രീതിയിൽ, എനിക്ക് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ, എന്നാലും ഞാൻ പലതും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഭഗവാൻ ഇനിയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 1199 കർക്കിടകം 22-ാം തീയതി 2024 ആഗസ്റ്റ് 6-ാം തീയതി ചൊവ്വാഴ്ച ഈ ശിവപുരാണം ഭക്തന്മാർക്ക് സമർപ്പിക്കുന്നു. ഇത് എല്ലാവരും ശ്രവിക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് എപ്പോഴാണോ പ്രിൻ്റ് ചെയ്ത് പുസ്തകമാക്കിയിട്ട് എത്തുക, അപ്പോൾ ആ സമയത്ത് എല്ലാവരും അത് വാങ്ങി വായിക്കണമെന്നും വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ നമ ശിവായ.